സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. മാണ്ഡ്യ ശങ്കരഗൌഡ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്നും 48 വർഷങ്ങൾക്ക് ശേഷം പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുകൂടി. 1976 ബാച്ചിലെ ബിഎഡ് വിദ്യാർത്ഥികൾ അരനൂറ്റാണ്ടിനോടടുക്കുന്ന കാലത്ത് വടകര മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിലാണ് ഒത്തുചേർന്നത്. 100 പേരുണ്ടായിരുന്ന അന്നത്തെ ബാച്ചിൽ 80 പേരും മലയാളികളായിരുന്നു. കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള ഒട്ടേറെ പേർ ഇന്ന് അധ്യാപകരായും ബാങ്ക് ഉദ്യോഗസ്ഥരായും മറ്റ് ഗവൺമെന്റ് സർവീസിൽ നിന്നും വിരമിച്ചവരുമാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നിന്നാണ് ഭൂരിഭാഗം പേരും മാണ്ഡ്യ ശങ്കരഗൌഡ കോളേജിൽ പഠിച്ചിരുന്നത്. നാട്ടിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിന്നിരുന്ന കാലത്തായിരുന്നു ഇവരെല്ലാം ജോലി തേടി മാണ്ഡ്യയിലേക്ക് പോയത്. മാണ്ഡ്യ ശങ്കരഗൌഡ കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ 1976-77 കാലത്ത് ബിഎഡ് ട്രെയിനിങ് കഴിച്ച അധ്യാപകരുടെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇന്നുള്ള സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഒരു കാലമായിരുന്നു. വളരെയധികം പ്രയാസങ്ങളുള്ള 76 എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിൽ കേരളത്തിൽ ഭക്ഷണക്ഷാമം ഉൾപ്പെടെയെല്ലാം അങ്ങനെയുള്ള ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കാലത്ത് ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ വളരെ പ്രശ്ന സങ്കീർണമായിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അളന്ന് ഒരു വർഷം കഴിച്ചു കൂട്ടിയത്. ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അത്രയധികം പ്രയാസങ്ങളാണ് ആ ട്രെയിനിങ് കാലത്ത് ഞങ്ങളെല്ലാം അനുഭവിച്ചത്. അതുകൊണ്ടായിരിക്കണം ആ കണ്ണീരിൽ കലർന്ന അതുകൊണ്ടായിരിക്കണം ഞങ്ങൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം ഇന്നും നിലനിർത്താൻ ഞങ്ങൾക്കായതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കൂടിച്ചേർന്നപ്പോൾ ഞങ്ങൾ പലരും അന്ന് യൗവന തുടിപ്പോട് കൂടിയുള്ള കാലമായിരുന്നു. ഇന്നാണെങ്കിൽ ഞങ്ങളൊക്കെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തി ചേർന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങളുടെ കഥകളാണ് ഇവിടെ എല്ലാവർക്കും പറയാനുള്ളത്. എല്ലാവരും അധ്യാപകരാണെന്ന് പറയാൻ പറ്റില്ല. ഏതാനും ചിലർ മറ്റ് ഗവൺമെൻറ് സർവീസിലും ബാങ്കിലും ജോലി ചെയ്ത ആൾക്കാരുണ്ട്. ബാക്കി ഒരു 95% പേരും അധ്യാപകരാണ്. അധ്യാപകർ തന്നെ ഹെഡ്മാസ്റ്റർമാരായും ഹെഡ്മിസ്ട്രസ്മാരുമായും വലിയ വിദ്യാലയങ്ങളെ തലപ്പത്ത് വളരെ നേതൃത്വപരമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ ബഹുമതി ആദരവ് പിടിച്ചു പറ്റിയ ആളുകളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ള മിക്കവരും. ഡിഗ്രിക്ക് 50% മാർക്കുള്ളവർക്ക് മാത്രമേ അന്ന് ശങ്കരഗൌഡ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുമായിരുന്നുള്ളൂ. കോഴ്സ് പൂർത്തിയാക്കി നാട്ടിലേക്ക് വന്ന എല്ലാവർക്കും ജോലി ലഭിച്ചിരുന്നുവെന്നത് സന്തോഷം നൽകുന്നുവെന്ന് കൂട്ടായ്മയിലെ ഭാരവാഹികൾ പറഞ്ഞു. പലരും ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ, വിദ്യാഭ്യാസ ഓഫീസർമാർ, ബാങ്ക് മാനേജർമാർ തസ്തികകളിൽ നിന്നാണ് വിരമിച്ചത് എന്നതും അഭിമാനം നൽകുന്നുണ്ട്. ഇന്ന് എല്ലാവരും സാമാന്യം മെച്ചപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. തങ്ങൾ പഠിച്ച കോളേജ് ഇന്നും അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു. 2 വർഷം മുമ്പ് സമ്മേളിച്ചിരുന്നു. അന്ന് എത്തിപ്പെടാത്ത ചില ആളുകൾ ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എത്തിപ്പെട്ട ചിലരൊക്കെ ഇന്ന് കാണാനുമില്ല. വാർദ്ധക്യത്തിൻ്റെ അല്ലെങ്കിൽ അസുഖത്തിൻ്റെയൊക്കെ പിടിയിലായതുകൊണ്ടായിരിക്കണം അവരെത്തിപ്പെടാതിരിക്കുന്നത്. എന്തായിരുന്നാലും നേരത്തെ തിലേരി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രയാസമേറിയ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൻ്റെ സന്തതികളായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും ആ കോളേജ് അന്ന് ഞങ്ങൾക്ക് നൽകിയ ആ എഡ്യൂക്കേഷനും ബിഎഡ് ഡിഗ്രിയുമാണ് ഞങ്ങളെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ ഭാഗമായി തന്നെ ഞങ്ങൾ പലരും ഗ്രൂപ്പായിട്ട് പലവട്ടം ആ കോളേജ് സന്ദർശിച്ചിട്ടുണ്ട്. ഈ വർഷം അവിടെ 50ാം വാർഷികം ആഘോഷം നടക്കുകയാണ്. അതിനും ഈ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് ഏതാനും പേര് എത്തിച്ചേരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ എത്തുകയും ചെയ്യും. എന്തായിരുന്നാലും ഈ ജീവിതത്തിൻ്റെ മധ്യാഹ്നഘട്ടത്തിൽ, സായാഹ്നമൊന്നും ഞാൻ പറയില്ല, മധ്യാഹ്നഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒത്തുചേരൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്.
ഈ വർഷമാണ് അതിന്റെ 50-ാം വാർഷികാഘോഷം. പല വർഷങ്ങളിൽ വിവിധ ബാച്ചുകൾ അവിടുന്ന് കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കോളേജുമായുള്ള നിരന്തര ബന്ധം പുലർത്തുന്നത് 76-ലെ ബാച്ച് മാത്രമാണെന്നും ഇവർ പറഞ്ഞു. പ്രാദേശിക ചരിത്ര ഗ്രന്ഥമായ ദേശപ്പെരുമ എന്ന പുസ്തകം എഴുതിയ ഗോവിന്ദൻ തില്ലേരി, കവിയും സാഹിത്യകാരനുമായ OT രാജൻ, ആലപ്പുഴ DCC പ്രസിഡന്റായി പ്രവർത്തിച്ച CR ചന്ദ്രൻ തുടങ്ങിയവരെല്ലാം ഈ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു. 50-ാം വാർഷികം ആഘോഷിക്കുന്ന കോളേജിന് ബാച്ചിന്റെ ഓർമ്മയ്ക്കായി മികച്ച സംഭാവന നൽകാറുള്ള തയ്യാറെടുപ്പിലാണ് 1976 ബാച്ച്. മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന കൂട്ടായ്മയിൽ K. വിജയൻ സ്വാഗതം പറഞ്ഞു. ഗോവിന്ദൻ തില്ലേരി അധ്യക്ഷനായി. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി. 42 പേർ പരിപാടിയിൽ പങ്കെടുത്തു. അടുത്ത കൂടിച്ചേരൽ വയനാട് ജില്ലയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതായി സംഘാടകർ പറഞ്ഞു. പരിപാടിക്ക് കൃഷ്ണൻ കൊളക്കാട്ട് നന്ദി പറഞ്ഞു.